ഫ്രണ്ട്സ്, അപ്പം പൊതുവെ ചിലവർക്ക് അറിയത്തില്ലാത്തൊരു കേസായിട്ടാണ് ഈ NSന്റെ ക്ലച്ച് യൂസ് മാറിക്കഴിഞ്ഞാലും വണ്ടി, അതായത് നമ്മുടെ പഴയതുപോലെ തന്നെ എരപ്പും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു ടിപ്സും പിന്നെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ക്ലച്ച് യൂസ് ഉണ്ടോ, ഈ ഒരു ക്ലച്ച് യൂസിൻ്റെ ഈ ഒരു ഗേജിൻ്റെ അളവ് ഉണ്ടോ, ചെറുതാണ്, അതായത് തിക്ക് കുറവാണ്. പിന്നെ ഇതിനാണ് ഇച്ചിരി തിക്ക് കൂടുതലുമാണ്. അതായത് നമ്മൾ ഇത് അങ്ങോട്ട് ഈ ക്ലച്ച് വീസ് അപ്പുറം ഇപ്പുറം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് വീസ് മാറിയാലും വണ്ടി എരച്ചരിച്ച് നിൽക്കുന്ന മെയിൻ കേസായിട്ട് ഈ സാധനം നമ്മൾ ഫസ്റ്റിലും വരണം, ഇത് സെക്കൻഡിലും വരണം. അപ്പോൾ ഇതിന് രണ്ടും കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി നമ്മൾ എത്ര ക്ലച്ച് വീസ് മാറിയാലും വണ്ടി എരച്ചരിച്ചേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതിനൊരു പാർട്ട് നമ്പറുണ്ട്. ഈ ഒരു ഫസ്റ്റ് ക്ലച്ച് വീസിന്, അതായത് നമ്മൾ ഹൗസിങ്ങിനകത്തോട്ട് ഫസ്റ്റ് ഇടുമ്പോഴേ ഒരു പാർട്ട് നമ്പറുണ്ട്. അപ്പോൾ ഈ 10 എന്നുള്ളൊരു പാർട്ട് നമ്പർ, അതായത് C10. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ 10-7 ഇത് രമ്മി മാറി കഴിഞ്ഞാലും നമ്മൾ ക്ലച്ച് യൂസ് എത്ര മാറിയാലും വണ്ടി എരച്ചരിച്ചേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.